ഹലോ നമസ്കാരം, ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാങ്കോയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ മോഡലിനെ കുറിച്ചാണ്. മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വെബ് പേജിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് മോഡൽസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെബ് പേജിലേക്ക് നമുക്ക് സ്വന്തമായിട്ടുള്ള ഡാറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്യുകയും അതിലേക്ക് എന്തൊക്കെ ഫീൽഡുകൾ വേണം, അതെങ്ങനെ ആഡ് ചെയ്യാം, അതെങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെയാണ് നമ്മുടെ ജാങ്കോയിൽ മോഡൽസ് ഉപയോഗിക്കുന്നത്, മോഡൽസ് ഉപയോഗിച്ചാൽ എങ്ങനെ അത് നമുക്ക് അഡ്മിൻ പേജിൽ എങ്ങനെ അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്, അതിലേക്ക് എങ്ങനെ ഒരു ഡാറ്റ ആഡ് ചെയ്യുന്നത്, ആ കൊടുത്ത ഡാറ്റ എങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂടുതലായിട്ടും മോഡലുമായിട്ട് ബന്ധപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളുമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആപ്സിനുള്ളിൽ മോഡൽസ് എന്നൊരു ഫയൽ ഉണ്ടാവും. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിഫോൾട്ടായിട്ട് തന്നെ ഇതിൽ ആ ഫയൽ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ മോഡൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. മോഡൽ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് മോഡൽസേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്ലാസ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ക്ലാസ്സിൻ്റെ പേര് നമ്മളിവിടെ വന്ന് രജിസ്റ്റർ എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ മോഡലിൻ്റെ പേരും രജിസ്റ്റർ എന്നാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മോഡൽസ് ഡോട്ട് മോഡൽ എന്നതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതായത് മോഡൽ എന്ന ക്ലാസ്സിൽ നിന്നും മോഡൽസ് എന്ന മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു കോളൻ ഇട്ടതിന് ശേഷം എൻ്റർ അടിച്ചു. എന്നിട്ട് ഇവിടെ വന്ന് നെയിം, ആദ്യം തന്നെ നമുക്ക് നെയിംസ് ചേർത്ത് കൊടുക്കാനുള്ള ഭാഗമാണ്. അപ്പോൾ നെയിം എന്ന് ചേർത്തു. അതിനുശേഷം ഈക്വൽ ടു മോഡൽസ് ഡോട്ട് നെയിം നമ്മളിവിടെ വന്ന് ക്യാർ ഫീൽഡിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ക്യാരക്ടർ ടൈപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെയിം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാർ ഫീൽഡ് എന്ന് ചേർത്തതിന് ശേഷം മാക്സ് ലെങ്ത്ത്, നമുക്ക് നമ്മുടെ പേരിൽ മാക്സിമം എത്ര അക്ഷരം വരെ വേണം എന്നുള്ളത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് മാക്സിമം നമുക്ക് 50 ലെറ്റർ വരെ നമുക്കിവിടെ വന്ന് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ മാക്സ് ലെങ്ത്ത് 100 എന്ന് ചേർത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ജെൻഡർ എന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ജെൻഡറാണ് കൊടുക്കണതെങ്കിൽ നമുക്കതൊന്ന് അവിടുന്ന് ഒരു ഓപ്ഷന് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ളത് നമുക്കൊരു ചോയ്സസ്, അതായത് സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഗ്ലോബൽ വേരിയബിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ജെൻഡർ എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഗ്ലോബൽ വേരിയബിൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള വേരിയബിൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അത് വലിയ അക്ഷരത്തിലായിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈക്വൽ ടു ഇട്ടതിന് ശേഷം ഒരു ലിസ്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ മെയിൽ, അതേപോലെ തന്നെ ഒരു കോമ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മളിവിടെ വന്ന് മെയിൽ എന്ന് ചേർക്കുക. അതിനുശേഷം ഇതിൻ്റെ താഴെ ഒരു കോമ ഇടുക. എന്നിട്ട് വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇവിടെ വന്ന് ഫീമെയിൽ എന്ന് ചേർത്തു. എന്നിട്ട് ഒരു കോമ ഇട്ട് കൊടുക്കുക. സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ വീണ്ടും നമ്മളിവിടെ വന്ന് ഫീമെയിൽ എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ മെയിൽ ഫീമെയിൽ എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഇവിടെ വന്ന് ജെൻഡർ എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ജെൻഡർ ഈക്വൽ ടു, അതിനുശേഷം നമ്മളിവിടെ വന്ന് മോഡൽസ് എന്ന് തന്നെ ചേർത്ത് കൊടുത്തു. ക്യാർ ഫീൽഡ് തന്നെയാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. മാക്സ് ലെങ്ത്ത് നമുക്ക് എത്ര വേണമെന്നുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 10 എന്നുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു കോമ ഇട്ടതിന് ശേഷം ചോയ്സസ് എന്നിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജെൻഡർ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ജെൻഡർ എന്നുള്ള ഈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ കൊടുത്തത് അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടാവും. ഇനി അതിനുശേഷം നമുക്ക് അഡ്രസ്സ് കൊടുക്കാനുള്ള കോളമാണ്. അപ്പോൾ അഡ്രസ്സ് എന്നിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് മോഡൽസ് എന്ന് ചേർത്ത് കൊടുത്തു. അഡ്രസ്സ് നമുക്ക് 1 more ലൈനിൽ എഴുതേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ വന്ന് ടെക്സ്റ്റ് ഫീൽഡ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിനൊരു 500 ലെറ്റർ ലെങ്ത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഫോൺ എന്നുള്ളത് ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ ഫോൺ എന്ന് ചേർത്തു. ഈക്വൽ ടു മോഡൽസ് ഡോട്ട്, അതിനുശേഷം നമ്മളിവിടെ വന്ന് ക്യാർ ഫീൽഡ് തന്നെ ചേർത്ത് കൊടുത്തു. മാക്സ് ലെങ്ത്ത് നമ്മൾ എന്ത് ചെയ്തു, മൊബൈൽ നമ്പർ ആയതുകൊണ്ട് ഞാൻ 10 എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ രജിസ്റ്റർ എന്നുള്ള പേരിലൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്ന് ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ് മേക്ക് മൈഗ്രേഷൻ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ സ്പേസ് manage.py സ്പേസ് മേക്ക് മൈഗ്രേഷൻ എന്ന് കൊടുത്തതിന് ശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ രജിസ്റ്റർ എന്ന പേരിൽ ഇവിടെ ഒരു മോഡൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതായത് രജിസ്റ്റർ എന്ന പേരിലൊരു മോഡൽ ഇപ്പോൾ ഇവിടെ വന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. വെബിൽ മൈഗ്രേഷനിൽ ഇനീഷ്യൽ
ഡോട്ട് പി വൈയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്കിവിടെ വന്ന് രജിസ്റ്റർ എന്നുള്ളൊരു പേരിലൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഫീൽഡുകളാണോ നമുക്ക് വേണ്ടത് അതൊക്കെ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഐ ഡി, നെയിം, ജെൻഡർ, അതേപോലെ തന്നെ ഈ ജെൻഡറിൻ്റെ ഉള്ളിൽ തന്നെ ഏതൊക്കെ ഫീൽഡുകളാണ് വരേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിലാണോ ഫീമെയിൽ ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അഡ്രസ്സ്, അതേപോലെ ഫോൺ, ഇങ്ങനെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഡാറ്റാബേസിൻ്റെ പേര് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മോഡലിൻ്റെ പേര് എന്ന് പറയുന്നത് എന്താണ്, രജിസ്റ്റർ എന്ന പേരിലാണ് ഇവിടെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ മെസ്സേജ് നമുക്കിവിടെ കാണിക്കും. ഇനി ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, മേക്ക് മൈഗ്രേഷൻ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യണം, ജസ്റ്റ് മൈഗ്രേറ്റ് എന്നും കൂടി ചേർത്ത് കൊടുക്കണം. എന്നാലുള്ള നമ്മൾ ചെയ്ത എല്ലാ സ്റ്റെപ്പും നമുക്കിവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, മൈഗ്രേറ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ മൈഗ്രേഷനും അതേപോലെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ഇതിന് എന്തായിട്ടുണ്ടാവും, കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ അഡ്മിൻ പേജിൽ, ഇപ്പോൾ അഡ്മിൻ നമുക്ക് ഈ പ്രോജക്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇവിടെ വന്ന് പൈത്തൺ സ്പേസ് manage.py സ്പേസ് എന്ന് കൊടുത്തതിന് ശേഷം റൺ ചെയ്യിപ്പിച്ചു. ഈ പ്രോജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഓക്കെ റണ്ണായി വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ജസ്റ്റ് ഒരു സ്ലാഷ് ഇടുക. അതിനുശേഷം നമ്മൾ ഇവിടെ വന്ന് അഡ്മിൻ എന്നുള്ള നമുക്ക് എന്താണോ ഇതിൻ്റെ യൂസർ നെയിം അതേപോലെ തന്നെ പാസ്വേഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ഓൾറെഡി ലോഗിൻ ചെയ്ത് വരികയാണ്. പക്ഷെ നമ്മളിവിടെ കൊടുത്ത ഡാറ്റാബേസ് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. നമ്മൾ എന്ത് പേരിലാണോ ഡാറ്റാബേസ് കൊടുത്തത് അത് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. അപ്പോൾ നമ്മൾ ആ കൊടുത്ത ഡാറ്റാബേസുകളൊക്കെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അഡ്മിൻ എന്നുള്ളൊരു പേജ് ഉണ്ട്. അഡ്മിൻ എന്നുള്ളൊരു ഫയലുണ്ട്. നമ്മൾ ആപ്സിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അഡ്മിൻ എന്നുള്ളൊരു ഫയൽ. അപ്പോൾ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വന്ന് ഫ്രം ഡോട്ട് മോഡൽ ഇമ്പോർട്ട്, എന്നിട്ട് ആ മോഡലിൻ്റെ പേരെന്താണോ അത് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത മോഡലിൻ്റെ പേര് രജിസ്റ്റർ എന്നാണ്. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ്സിൻ്റെ പേര് അഡ്മിൻ ഡോട്ട് സൈറ്റ് ഡോട്ട് രജിസ്റ്റർ എന്ന് ചേർത്തതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഏതാണോ നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ വന്ന് ജസ്റ്റ് രജിസ്റ്റർ എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്നും കൂടി റീലോഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ വന്നിട്ട് എന്ത് ചെയ്യും, വെബ് എന്നുള്ള ആപ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, രജിസ്റ്റർ എന്ന പേരിലൊരു പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റീവ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മളിവിടെ വന്ന് ഗ്രൂപ്പിൽ പോവുകയാണെങ്കിൽ, ഓക്കെ, ഇതിലേക്ക് പുതിയൊരു ഗ്രൂപ്പിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ വന്ന് ഗ്രൂപ്പിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ രജിസ്റ്റർ എന്നുള്ള ആപ്പിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത, ഓക്കെ, അത് തുടർന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്ന് രജിസ്റ്റർ എന്നുള്ളൊരു ആപ്പ് ഇവിടെ മോഡൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് പുതിയൊരു ഡാറ്റാസ് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് ആഡിൽ ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഇവിടെ വന്ന് രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്തു. ഇനി പേരെന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ജെൻഡർ, മെയിലാണോ ഫീമെയിലാണോ കൊടുക്കേണ്ടത് അത് നമ്മളിവിടെ സെലക്ട് ചെയ്തു. ഇനി അഡ്രസ്സ് ഏതാണോ വേണ്ടത് അത് നമ്മളിവിടെ ചേർത്തു. അതിനുശേഷം ഫോൺ നമ്പർ ഏതാണോ വേണ്ടത് അത് നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ജസ്റ്റ് സേവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, സേവ് ആയിട്ടുണ്ടാവും. പക്ഷെ സേവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് പേരിലാണ് സേവ് ചെയ്തത് എന്നുള്ള പേര് ഡാറ്റാസ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. ഇവിടെ വന്ന് ജസ്റ്റ് രജിസ്റ്റർ ഒബ്ജക്റ്റ് എന്നിട്ട് ബ്രാക്കറ്റിൽ അതിൻ്റെ ഐ ഡി മാത്രമായിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ എന്ത് പേരിലാണോ നമ്മൾ ഡാറ്റാബേസ് അല്ലെങ്കിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്തത് ആ പേര് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മോഡൽസിൻ്റെ നേരെ താഴെയായിട്ട്, അതായത് നമ്മൾ കൊടുത്ത ഈ മോഡൽസിൻ്റെ താഴെയായിട്ട് ഒരു മെത്തേഡ് കൂടി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുക. ഡിഫ് എന്ന് എഴുതുക, എന്നിട്ട് _ str എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സെൽഫ് എന്നും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്നൊരു കോളൻ ഇടുക. അതിനുശേഷം ഇവിടെ വന്ന് റിട്ടേൺ, അതിനുശേഷം സെൽഫ് റിട്ടേൺ, അതിനുശേഷം നമുക്കിവിടെ വന്ന് നെയിം, എന്നിട്ട് അതിന് ശേഷം ഡബിൾ കൊട്ടേഷനിലൂടെ നെയിം, എന്നിട്ട് ഇട്ടതിന് ശേഷം പ്ലസ്, അതിനുശേഷം നമ്മളിവിടെ വന്ന് സെൽഫ് ഡോട്ട് നെയിം എന്ന് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഇത് സേവ് ചെയ്യാം. അപ്പോൾ ഇത് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ റൺ ചെയ്യിക്കുമ്പോൾ നോക്കൂ, നമുക്കിവിടെ വന്ന് ആ നെയിം എന്താണോ ആ പേര് നമുക്കിവിടെ കാണിച്ചു തരും.
അപ്പോൾ ജസ്റ്റ് ഒരു കോളനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, നമ്മൾ ആ കൊടുത്ത നെയിംസ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഒന്നുകൂടി റീലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കൊടുത്ത പേര് ഏതാണോ അത് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പേരിലാണോ ആ ഡാറ്റാസ് സ്റ്റോർ ചെയ്തത് അത് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മളിവിടെ ജസ്റ്റ് പേര് മാത്രമല്ല, നെയിം കൊടുത്തിട്ടുണ്ട്, ജെൻഡർ കൊടുത്തിട്ടുണ്ട്, അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യണില്ല, ഈ ഭാഗത്ത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. ഇവിടെ നമുക്കിപ്പോൾ ജസ്റ്റ് ആ നെയിം എന്നുള്ളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യണുള്ളൂ, ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇതിനെ എഡിറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് എഡിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാം. അതേപോലെ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഡിലീറ്റ് സെലക്റ്റഡ് രജിസ്ട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ നമ്മളിവിടെ ഈ യൂസേഴ്സ് എന്നുള്ള പേജ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നോക്കൂ, ഇമെയിൽ അഡ്രസ്സ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സ്റ്റാഫ് സ്റ്റാറ്റസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ വന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ രജിസ്റ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് വിവരം കൊടുത്തിട്ടുണ്ടോ അതൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അഡ്മിൻ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പുതിയൊരു ക്ലാസ് കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്യുക, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ്സിൻ്റെ പേര് ഞാൻ എന്ത് ചെയ്യുന്നത്, രജിസ്റ്റർ അഡ്മിൻ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേരൊക്കെ ചോയ്സാണ്, ഇഷ്ടമുള്ളത് കൊടുക്കാം. എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, അഡ്മിൻ ഡോട്ട് മോഡൽ അഡ്മിൻ എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു കോളൻ ഇടാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലിസ്റ്റ് ഡിസ്പ്ലേ എന്ന് ചേർത്തതിന് ശേഷം ലിസ്റ്റ് ഡിസ്പ്ലേ ഈക്വൽ ടു നമുക്ക് സ്ക്രീനിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഒരു ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആദ്യം നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് നെയിമാണ്. എന്നിട്ടൊരു കോമ ഇടുക. അതിനുശേഷം നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ജെൻഡറാണ്. അതിനുശേഷം നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അഡ്രസ്സാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഫോൺ നമ്പറാണ്. അപ്പോൾ എന്തൊക്കെ ഫീൽഡുകളാണോ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുക്കുക. നെയിം, അതേപോലെ തന്നെ ജെൻഡർ, അതേപോലെ തന്നെ ഓക്കെ, ഇതിലെങ്ങനെയാണോ കൊടുത്തത് അതേ രൂപത്തിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നെയിം, അഡ്രസ്സ്, ഫോൺ അല്ലേ, അപ്പോൾ അതേ രൂപത്തിൽ തന്നെ നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഇത് ക്യാപിറ്റൽ ലെറ്റർ ഒഴിവാക്കി സ്മാൾ ലെറ്റർ തന്നെ ആക്കുന്നുണ്ട്. നെയിം, അതേപോലെ തന്നെ ജെൻഡർ, അതേപോലെ തന്നെ ഇവിടെ വന്ന് അഡ്രസ്സ്, അതേപോലെ തന്നെ ഇവിടെ വന്ന് ഫോൺ എന്നും ചേർത്ത് കൊടുത്തു. ഇനി ഇപ്പോൾ നേരത്തെ നമ്മളിവിടെ വന്ന് രജിസ്റ്റർ എന്നുള്ളത് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു കോമ ഇട്ടതിന് ശേഷം ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ മോഡലിൻ്റെ പേര് കൂടി എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യുക. രജിസ്റ്റർ അഡ്മിൻ എന്നുള്ളത് കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി സേവ് ചെയ്തിട്ട് നമ്മൾ റൺ ചെയ്യുമ്പോൾ നോക്കൂ, നമ്മൾ ആ പേരെന്താണോ ഉള്ളത് അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ജെൻഡർ ഏതാണെന്നുള്ളതും അതേപോലെ അഡ്രസ്സ് ഏതാണെന്നുള്ളതും അതേപോലെ ഫോൺ നമ്പർ ഏതാണുള്ളതും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി വീണ്ടും ഇതിലേക്ക് നമ്മൾ പുതിയൊരു പേര് കൂടി ചേർത്ത് കൊടുക്കണം. എക്സാമ്പിൾ രാജീവ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ ജെൻഡർ സെലക്ട് ചെയ്തു. ഇനി അഡ്രസ്സ് ഏതാണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഫോൺ നമ്പർ ഏതാണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സേവ് ചെയ്യുമ്പോൾ അടുത്ത ആളെ ഡീറ്റെയിൽസ് കൂടി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്തത് എങ്ങനെ നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യാം, മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ ഡാറ്റാസ് ആഡ് ചെയ്യാം, ആഡ് ചെയ്ത ഡാറ്റാസ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അതെങ്ങനെ എഡിറ്റ് ചെയ്യാം, അതേപോലെ തന്നെ മോഡലിൽ കൊടുത്ത ഡാറ്റാസുകൾ എങ്ങനെ നമുക്ക് അഡ്മിൻ പേജിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നു, അതിലെ ഓരോ ഫീൽഡിലുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നു എന്നതുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ SMS അല്ലെങ്കിൽ ചാറ്റിങ്ങോ വഴി നിങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.